എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് പരിചയപ്പെടുന്നത്. അതിനു മുമ്പായിട്ട് എല്ലാവരും സേഫ് ആയിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു ദിവസം നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്തിയിരുന്നു, കുമ്പളങ്ങ ജ്യൂസ്. ഇന്നും അതുപോലെ ഒരു ജ്യൂസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിചയപ്പെടുത്തിയ ഡ്രിങ്ക് രാവിലെ വെറും വെയിറ്റിൽ കുടിക്കുന്ന ഒന്നാണ്. ഇതിപ്പം രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്ന ഒരു ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയവർക്കാണ് എപ്പോഴും നമ്മൾ ഇത്തരം ജ്യൂസുകൾ ഉപയോഗിക്കാൻ പറയുന്നത്. കാരണം ഏതെങ്കിലും വിധത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഓക്കെ അല്ലാതെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇത്തരം ജ്യൂസുകൾ ഒഴിവാക്കണം. കാരണം വ്യായാമക്കുറവ് കൊണ്ടിട്ട് അമിതഭാരം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇത്തരം ജ്യൂസുകൾ കുടിക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമം മറ്റും ചെയ്യുമ്പോൾ ഗുണം ഉണ്ടാവുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഡ്രിങ്ക് നമ്മൾ അത്താഴത്തിന് ശേഷം, അതായത് രാത്രിയിലെ ഡിന്നറിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് കുടിക്കേണ്ടുന്ന ഒരു ഡ്രിങ്കാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സിനമൺ പൗഡർ, ഹണി വേണം, ലെമൺ ജസ്റ്റ്, പിന്നെ ഗ്രീൻ ടീ, കൂടെ ഇഞ്ചിയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിനമൺ പൗഡറും പിന്നെ ഹണിയും അത് ഫസ്റ്റ് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അമിത കൊഴുപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. കൂടാതെ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് ഫാറ്റി ലിവർ തുടങ്ങിയുള്ളവർക്ക് സിനമൺ പൗഡർ ഒഴിവാക്കണം. കാരണം സിനമൺ പൗഡർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല ഈ ഡ്രിങ്ക് കഴിക്കേണ്ടത് ആഴ്ചയിൽ 2-3 ദിവസം മാത്രമാണ് കഴിക്കേണ്ടത്. നമ്മൾ സിനമൺ പൗഡറും ഹണിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ലെമൺ ജസ്റ്റ് ആണ്. ലെമൺ ജസ്റ്റിൽ വിറ്റമിൻ, ഫൈബർ, കാൽഷ്യം, വിറ്റമിൻ സി, പിന്നെ നമുക്ക് എനർജി ബൂസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ലെമൺ ജസ്റ്റ് എന്ന് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറുനാരങ്ങ എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഉരച്ചിട്ട് എടുക്കില്ലേ, അതിൻ്റെ ആ ഒരു തൊലി ഭാഗം, അതിനെയാണ് ലെമൺ ജസ്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ ലെമൺ ജസ്റ്റ് നമുക്ക് ന്യൂട്രീഷൻ ബൂസ്റ്റ് ചെയ്യാൻ കൂടി സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ജിഞ്ചറാണ്. ജിഞ്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അബ്ഡോമിനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ പണ്ടൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഇഞ്ചിനീര്. ഇഞ്ചിനീരും ഉപ്പും അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാറുണ്ട്. വയറിന് എന്തെങ്കിലും ഫുഡ് പോയ്സൺ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ജിഞ്ചറിൽ, അതായത് ഇഞ്ചിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ അത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഡൈജഷൻ പ്രോബ്ലം ഇതൊക്കെ മാറ്റാനായിട്ട് ജിഞ്ചർ വളരെ യൂസ്ഫുള്ളായ ഒന്നാണ്. ജിഞ്ചറിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ സ്ട്രെസ് റിലാക്സ് ചെയ്യാനായിട്ട്, റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ജിഞ്ചർ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ എന്ന് പറഞ്ഞത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ വെറുതെ കുടിച്ചാൽ തന്നെ വളരെ നല്ലതാണ്. നമുക്കുണ്ടാകുന്ന ബാഡ് ബ്രത്തില്, വായ്നാറ്റം എന്നൊക്കെ പറയുന്നത്, അതിന് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എനർജി ബൂസ്റ്റ് ചെയ്യും. ബ്രെയിൻ ഫങ്ഷൻ വളരെ ഷാർപ്പാക്കാനായിട്ട് ഗ്രീൻ ടീക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അത്താഴത്തിന് ശേഷം, അതായത് 8 മണിക്കോ 9 മണിക്കോ നമ്മൾ രാത്രി അത്താഴം കഴിക്കുന്നു. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷമാണ് ഈ ഡ്രിങ്ക് കഴിക്കേണ്ടത്. ആഴ്ചയിൽ 2-3 തവണ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടിട്ട് മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ, ഹെൽത്തിന് ബുദ്ധിമുട്ടായിട്ട് മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഒഴിവാക്കണം. അല്ലാതെയുള്ള വ്യായാമക്കുറവ് കൊണ്ടോ അമിതഭാരം, അമിത വെയിറ്റ്, നമ്മൾ ആഹാരം കഴിക്കുന്ന രീതിയുടെ തന്നെ അമിത വെയിറ്റ് ഉണ്ടാകുമ്പോൾ എക്സസൈസ് ഒക്കെ എപ്പോഴും ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ വയറ്റിലെ, അതായത് അബ്ഡമനിലെ പേശികളൊക്കെ ടൈറ്റ് ആക്കാനായിട്ട്, മസിൽ ലൂസ് ആണല്ലോ എപ്പോഴും, ഈ അബ്ഡമനിലെ മസിൽസ് ഭയങ്കര ലാഗ് ചെയ്യുന്ന മസിൽസാണ്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു ചെറിയ എക്സസൈസിലൂടെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു ഡ്രിങ്ക്. കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ഇത്തരം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഡ്രിങ്ക്, ഫാറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ഇത്തരം ഡ്രിങ്ക് ഉപയോഗിക്കുമ്പോൾ
അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വിടാതെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരാഴ്ച ഉപയോഗിച്ചു, 2 ആഴ്ച ഉപയോഗിച്ചു, അതിൽ നിർത്തി കളയരുത്. എങ്ങനെയും ഒരു 60 ഡേയ്സ് നമ്മളത് ഒരു കണ്ടിന്യൂഷൻ വിടാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും പെട്ടെന്നൊന്നും വണ്ണം കുറയില്ല. നമ്മുടെ ഇപ്പം തടി കുറയ്ക്കാൻ ആഹാരക്രമം നമ്മൾ നിയന്ത്രിച്ച് തടി കുറയ്ക്കാൻ ശ്രമിച്ചാൽ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും നമുക്ക് വയറ് കുറയാനായിട്ട് ബുദ്ധിമുട്ട് വരും. നമ്മൾ ഈ ഡ്രിങ്ക് കഴിക്കുന്നുണ്ട്, രാവിലെ നേരത്തെ പറഞ്ഞ രാവിലെ കഴിക്കുന്ന ഡ്രിങ്ക് കഴിക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നു. പക്ഷേ വണ്ണം കുറച്ച് കുറയുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു വയറിൻ്റെ കണ്ടീഷൻ മാറുന്നില്ല, അങ്ങനെ നിൽക്കും. വണ്ണം കുറയ്ക്കുമ്പോഴും ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുമ്പോഴും വയറ് നമുക്ക് കുറയുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്താ വണ്ണം കുറഞ്ഞില്ലേ എന്നുള്ളത്. വെയിറ്റ് കുറയുന്നുണ്ടാവും. അപ്പോൾ ഈ വയറിൻ്റെ ഒരു കണ്ടീഷൻ കൂടി നമുക്ക് ഒരു അത്യാവശ്യം ഒന്ന് കുടവയറൊക്കെ കുറഞ്ഞ് അതിലെ വയറിലെ മസിലൊക്കെ ഒന്ന് ടൈറ്റായി ഫാറ്റ് കട്ടിംഗ് ഒക്കെ നടന്ന് കുറച്ചൊന്ന് ഓക്കെ ആയി വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രിങ്കും കൂടി നമുക്കൊന്ന് കഴിക്കാവുന്നതാണ്. ആഴ്ചയിൽ 2-3 ദിവസം വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്. കാരണം സിനമൺ പൗഡർ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ അത് ഹെൽത്ത് കണ്ടീഷൻ മോശമാക്കും. അതുകൊണ്ട് ആഴ്ചയിൽ 2-3 ദിവസം മാത്രമാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ട ആ ഒരു കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സിനമൺ ജ്യൂസ് എപ്പോഴും 2-3 വട്ടം, ഞാൻ ആവർത്തി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡെയിലി ഉപയോഗിച്ചാൽ അത് ഹെൽത്ത് കണ്ടീഷൻ മോശമാക്കാനും ചാൻസ് ഉണ്ട്. എന്തും അധികമായാൽ അമൃത് വിഷമാണെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചു. ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് വേണം. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം എടുത്തു. ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, ഈ ഒരു അളവിൽ മതി ഇഞ്ചി, അതിട്ട് കൊടുത്തു. ഇനി അതിനുശേഷം ഗ്രീൻ ടീയുടെ ഒരു പാക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഗ്രീൻ ടീ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സിനമൺ പൗഡറാണ് വേണ്ടത്. ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണിത്. സിനമൺ പൗഡർ, സിനമൺ വാങ്ങിച്ച് പൊടിച്ച് ഇതിൽ 3 പിഞ്ച് അളവിലാണ് നമ്മൾ ഒരു ഗ്ലാസ്സിന് ഇടുന്നത്. സിനമൺ പൗഡർ അളവ് തെറ്റരുത്, 3 പിഞ്ച്. നുള്ള് എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ നുള്ളി എടുക്കുക. പിന്നെ നമുക്ക് ലെമൺ ജസ്റ്റ് എടുക്കാം. ഇതുപോലെ ചോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ പോർഷൻ എടുത്താൽ മതി. ലെമൺ ജസ്റ്റ് ഇതിലേക്ക് ഈ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് അളവ് മതി. കാരണം ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിലാണല്ലോ നമ്മൾ ഡെയിലി ഫ്രഷ് ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതായത് കുടിക്കുന്ന ദിവസങ്ങളിൽ. ഡെയിലി കുടിക്കുന്ന ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് അരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഗ്ലാസ്സിൽ അതിൻ്റെ ഗ്രീൻ ടീയുടെ അംശം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം. നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. കണ്ടോ, നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. മറ്റൊരു ഗ്ലാസ്സിലൊക്കെയാണ് ഇത് അരിച്ചൊഴിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ചേർക്കുന്നത്. നല്ലപോലെ അരിച്ചതിൻ്റെ പിഷറൊക്കെ മാറ്റാം. നമ്മളിട്ടിരിക്കുന്ന ഇഞ്ചിയും ഗ്രീൻ ടീയുടെ പൗഡറും ഒക്കെ കൂടെ നന്നായിട്ട് അരച്ച് അതിൻ്റെ സത്ത് കിട്ടിയിട്ടുണ്ട്, ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിഷർ മാറ്റിയിട്ട് ജ്യൂസ് മാത്രം എടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അളവ് വെള്ളം നമ്മൾ അളന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, കറക്റ്റ് 1 ഗ്ലാസ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ജ്യൂസ് ആക്കി എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ തേൻ ചേർത്ത് കൊടുക്കുന്നത്. തേൻ 1 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ഒറിജിനൽ തേനാണ് കേട്ടോ. നല്ല തേൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കണ്ടോ, ഈ ഒരു അളവിൽ മതി. 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ അളവിൽ തേനിട്ട് കൊടുക്കാം. അളവൊരിക്കലും തെറ്റരുത്, കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ചെറിയൊരു ചവർപ്പുണ്ട്, സിനമൺ പൗഡറിൻ്റെയൊക്കെ നല്ല ചവർപ്പുണ്ടാകും ഇത് കുടിക്കാൻ. പക്ഷേ വളരെ എഫക്റ്റീവായൊരു ജ്യൂസാണിത്. തേൻ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. സ്പൂണിലൊക്കെ പിടിച്ചിരിക്കുന്ന തേനൊക്കെ അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് ചേർക്കണം. കണ്ടോ, അത്താഴത്തിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് കുടിക്കാം.
കുടിച്ച ശേഷം നമുക്ക് ഉടനെ ഉറക്കം വരും. നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ ഒരു റിലാക്സ് ഫീൽ ഉണ്ടാകും, ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നും. ഉറങ്ങുക. ഒരു 6-7 മണിക്കൂറോളം വേറെ ഒന്നും കഴിക്കരുത്. ഇതിനിടയ്ക്ക് വെള്ളം വേണമെങ്കിൽ കുടിക്കാം, കുഴപ്പമില്ല. രാത്രിയൊക്കെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നവരുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം. അല്ലാതെ ആഹാര സാധനങ്ങളൊന്നും ഇത് കുടിക്കുന്ന ദിവസം രാത്രി എഴുന്നേറ്റ് കഴിക്കരുത്. കാരണം ഇത് നമ്മുടെ അബ്ഡോമന് ഒരു റിലാക്സേഷൻ കൊടുത്ത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് ഈ ജ്യൂസ് കൊണ്ട് നമ്മൾക്ക് അതിനൊരു ഫലപ്രാപ്തി കിട്ടണം. അപ്പോൾ അത് ആ ജ്യൂസ് അതിന് പ്രവർത്തിക്കാനുള്ള സമയവും കൂടി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.